പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മനുഷ്യരെല്ലാം ജന്മം കൊണ്ടല്ല ധന്യരാകുന്നത്. അത് നമ്മുടെ കർമ്മഫലമായിട്ടാണ് നമ്മൾ ധന്യരാകുന്നത്. നമുക്ക് നമ്മുടെ അണ്ണാരക്കണ്ണനെ തന്നെ നോക്കിയാലോ. നമ്മളെല്ലാം കേട്ട ഒരു ചൊല്ലുണ്ട്, അണ്ണാരക്കണ്ണനും തന്നാലായതെന്ന്. അത് തന്നാലായതല്ല, തന്നാൽ ആയത്. അതിനർത്ഥം അണ്ണാരക്കണ്ണൻ തന്നാൽ ആവുന്നത് ചെയ്തു എന്നാണ്. ശ്രീരാമചന്ദ്രൻ സീതയെ ലങ്കയിൽ നിന്നും കൊണ്ടുവരാൻ വേണ്ടി പാലം കിട്ടുന്ന സമയത്ത് എല്ലാവരും ആത്മാർത്ഥമായി പണിയുകയാണ്. അണ്ണാരക്കണ്ണനും തോന്നി, രാജാവിനെ സഹായിക്കാൻ ഞാനും എന്നാൽ കഴിയുന്നത് ചെയ്യണമെന്ന്. അങ്ങനെ ആ അണ്ണാരക്കണ്ണൻ വെള്ളത്തിൽ മുങ്ങി. അതിൻ്റെ ശരീരം മുഴുവൻ മണ്ണിലിട്ടൂരുണ്ട്. ആ ശരീരത്തിൽ പറ്റിയ മണ്ണെല്ലാം ഈ പാലം കെട്ടുന്നിടത്ത് ആ പാലം പണി തീരുന്നവരെ കൊണ്ടിട്ടു എന്നാണ് പറയുന്നത്. അതിൽ കൃതാർത്ഥത തോന്നിയ, ചാരിതാർത്ഥത തോന്നിയ, സ്നേഹം തോന്നിയ ശ്രീരാമചന്ദ്രൻ അണ്ണാരക്കണ്ണനെ പിടിച്ച് വാത്സല്യത്തോടെ പിടിച്ച് തൻ്റെ ഇടത്തെ കയ്യിൽ വെച്ച് വലത്തെ കൈ കൊണ്ട് വലത്തെ കൈയുടെ 3 വിരൽ കൊണ്ട് അതിൻ്റെ മുതുകത്ത് തടവിയതിൻ്റെ ഫലമായാണ് അതിൻ്റെ മുതുകത്ത് ഇപ്പോഴും 3 വര ഉണ്ടെന്ന് പറയുന്നത്. ആ അനുഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ, എത്ര പൊക്കത്തിൽ നിന്ന് വീണാലും അണ്ണാരക്കണ്ണൻ ചത്തുപോവുകയില്ല. അത് 4 കാലിൽ തന്നെ വീഴും. അത് അണ്ണാരക്കണ്ണന് ദൈവത്തിൽ നിന്നും കിട്ടിയ ഭാഗ്യമാണ്, തൻ്റെ പരിശ്രമത്തിൻ്റെ ഫലം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയണം, വി ആർ ദ പ്രോഡക്റ്റ് ഓഫ് അവർ ഓൺ തോട്ട്സ്. നന്ദി, നമസ്കാരം.